ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കബാലിയത്ത് ആണ്. അധികം മസാലകൾ ഒന്നും ഇല്ലാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റിലുള്ള ഒരു റൈസ് റെസിപ്പിയാണിത്. ആദ്യം നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കബാലി മസാലയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാനൊരു 3-3.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ലേശം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 വലിയ സവോള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലെ സവോളയൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണമെങ്കിലും ചേർക്കണേ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഒരുപാട് ഉപ്പിടണ്ട. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ നന്നായിട്ട് ഉപ്പ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ അവസാനം ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പായി പോകും. ഉള്ളി ഒന്ന് വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് എണ്ണ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് മറ്റ് ടൈപ്പിലുള്ള പാത്രങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ അത്രയും മതി. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ നിൽക്കണം. ഈ പേസ്റ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പച്ചമുളകാണ്, അത് നീളത്തിലൊന്ന് കീറിയിട്ടിട്ടുണ്ട്. വലിയ പച്ചമുളകാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഈ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി ഇതിലേക്ക് വേണ്ടത് കപ്സ മസാലയാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ കപ്സ മസാലയാണ്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കപ്സ മസാല കടകളിൽ വാങ്ങിക്കാൻ കിട്ടുമേ. ഇപ്പം മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. 2 ക്യൂബാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യൂബ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ നന്നായിട്ട് അതങ്ങ് അലിഞ്ഞ് ചേർന്നോളും. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇനി ഈ ചിക്കന് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം, എന്നിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കൻ്റെ സ്റ്റോക്കും കൂടി ഇട്ടപ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പായിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒരുപാട് ഉപ്പിടരുത്. ഈ ചിക്കൻ സ്റ്റോക്കിൽ നന്നായിട്ട് തന്നെ ഉപ്പുണ്ട്. ഞാൻ ആ സ്റ്റോക്ക് ഇടുന്നതിന് മുമ്പേ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. പക്ഷേ ഇപ്പം നല്ല രീതിയിൽ ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പ് സൂക്ഷിച്ചേ ഇടാവേ. ചിക്കൻ ഇട്ട് മിക്സ് ചെയ്ത് സ്റ്റോക്ക് വിട്ടതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കൂടുതലായിട്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അതിനു മുമ്പേ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് കുറച്ചിൽ മുന്നിലാണ് ഈ മസാല നിൽക്കേണ്ടത്. അതുകൊണ്ട് അതനുസരിച്ച് വേണം കുരുമുളക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എങ്കിലും ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. ഇതിലേക്ക് ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇത് വെന്തോളും. പിന്നെ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല വേവിക്കാൻ വെക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ഒരു ലേശം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിലിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. എന്നാലും ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഇളക്കിയിടണേ. അപ്പം ചിക്കൻ വെന്ത് വരട്ടെ. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാവേ. ഇപ്പോൾ ഈ ചിക്കന് ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം 2 കളറാണ് ചേർത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള കളറിൽ അങ്ങ് ചേർത്താൽ മതി. അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റും കൂടെ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ക്യാരറ്റും കൂടെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പും എരിവും നോക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ എരിവ് കുറവാണ്, കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒരു ലേശം ഒന്ന് മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം 1.25 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാനായിട്ട് പോവാണ്. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ചിക്കന് ബാക്കി വേവുള്ളത് ആ സമയത്ത് വെന്തോളും. അതുപോലെ തന്നെ ഈ ക്യാപ്സിക്കവും ക്യാരറ്റും ഒന്ന് വെന്ത് വരും. ഇപ്പം അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ മസാലയും ഇപ്പോൾ ഇതിൽ പാകത്തിലുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇങ്ങനൊരു കൈപ്പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കൈപ്പിടി പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇപ്പം ഇതായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി അരി വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 5 ഏലയ്ക്ക, 5 ഗ്രാമ്പു, ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചൂടാക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 7 കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് 4 കപ്പ് റൈസാണ്. അതിന് 7 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ സ്റ്റോക്കിൻ്റെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കപ്സയുടെ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കാവേ. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരുന്ന ചൂടുവെള്ളമാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന 4 കപ്പ് റൈസാണ്, ബസ്മതി റൈസാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇത് ഞാനൊരു അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതിനുശേഷം വെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു നല്ല തിള വരട്ടെ. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കീറിയിട്ടൊന്നുമില്ല, വെറുതെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതുകൂടെ നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവൂ. ഇനി ഇത് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും, ചോറ് വേവത്തുമില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അരി ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുമുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ മുമ്പേ വേവിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയുടെ ടേസ്റ്റ് ഈ റൈസിലൂടെ ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത്. റൈസിന് കുറച്ചുകൂടെ ഒന്ന് വേവുണ്ട്. അപ്പോൾ അടച്ചു വെച്ചിട്ട് വീണ്ടും ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ അരി നന്നായിട്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വെള്ളമയം പോലെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചാൽ മതി. ആ വെള്ളം അങ്ങ് വലിഞ്ഞോളും, കുഴപ്പമില്ല. ഇപ്പം എന്ത് അടിപൊളിയായിട്ട് അരി ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ കബാലിയത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് സെറ്റ് ചെയ്താൽ മാത്രം മതി. ഇത് സെർവ് ചെയ്യുന്നത് ആദ്യം റൈസ് വിളമ്പും, അതിൻ്റെ മുകളിലേക്കാണ് ചിക്കനും മസാലയും കൂടെ വിളമ്പി വെക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഇന്നത്തെ ചിക്കൻ കബാലിയത്ത് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റിലുള്ള ഒരു റൈസാണ്, എങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് കൂടെ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം വേറെ റെസിപ്പിയായിട്ട് കാണാം. താങ്ക്